അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കേരളത്തോട് കേന്ദ്ര സർക്കാരിനുള്ള അവഗണന BJPയുടെ താല്പര്യം ആകുന്നത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ ഡോക്ടർ ഷിജു ഖാനോട് ചോദിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തായാലും കേരളത്തിന് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആദ്യം നിരത്തിയത്. അതിലേറ്റവും ഒടുവിൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തയാണ് ഈ കടമെടുപ്പ് പരിധി വല്ലാതെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു രീതി. ഈ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ കേരളത്തിന് അർഹതപ്പെട്ട ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇങ്ങനെ പാരയാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ? ഒന്നുകിൽ കേരളത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല, അതല്ല അദ്ദേഹം ഏതെങ്കിലും മാർഗത്തിലൂടെ നാഷണൽ ഹൈവേയിലൂടെയോ ഇനി അതല്ല ട്രെയിനിലൂടെയോ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ വികസനത്തെ സംബന്ധിച്ചും നാഷണൽ ഹൈവേയുടെ വികസനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. പകൽ സമയങ്ങളിൽ അദ്ദേഹം ഓഫീസ് വർക്കിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം വിലയിരുത്തി പൊതുജനങ്ങളോട് പറയേണ്ടതാണ്. ഇല്ലെങ്കിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന വികസനങ്ങളാണ് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി വന്ദേ ഭാരത് നമുക്ക് കുറച്ച് കഴിഞ്ഞാണ് കിട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. കിട്ടിയില്ല എന്നൊരു വാദം അദ്ദേഹത്തിനില്ല. നമുക്ക് 2 വന്ദേ ഭാരത് കിട്ടിയിരിക്കുന്നു. 3ാമത്തെ വന്ദേ ഭാരതിൻ്റെ നടപടികൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് 6ാമത്തെയോ 7ാമത്തെയോ ഒക്കെ സ്ഥാനത്തായി വന്ദേ ഭാരത് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങൾക്കും വന്ദേ ഭാരത് കിട്ടാതിരിക്കുന്ന സമയത്താണ് കേരളത്തിന് 1-ൽ കൂടുതൽ 2-ൽ കൂടുതൽ വന്ദേ ഭാരതുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ സ്പീഡ് കുറവാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റെയിൽവേയുടെ പുനഃക്രമീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ കടമെടുപ്പിനെ സംബന്ധിച്ച് അതിൽ വലിയ ഗൗരവം കാണേണ്ടതില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 3% GDPയുടെ ഭാഗമാണ് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക. കേരളം അതിൻ്റെ എക്സ്ഗ്രീഷ്യ പെർസെൻറ്റേജ് ആയിട്ടുള്ള 0.5, അതായത് 3.5% എന്നുള്ളത് ഏറ്റവും കൂടുതലായി കേരളത്തിന് എടുക്കാം. മറ്റ് സംസ്ഥാനങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പ്രത്യേകമായൊരു സംസ്ഥാനത്തിന് വരെ ജണ്ടയും ആ കാര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നില്ല. അപ്പോൾ കേരളത്തിന് എടുക്കാൻ കഴിയുക നമ്മുടെ GDPയുടെ അനുപാതം അനുസരിച്ച് 35,000 കോടി രൂപയാണ് മാക്സിമം. നമ്മൾ 36,000 കോടി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ പെട്രോളിൻ്റെ സെസ് എവിടേക്കാണ് പോകുന്നത്? കിഫ്ബിയുമായി ബന്ധപ്പെട്ട പദ്ധതികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെസ് ഏർപ്പെടുത്തുകയും അത് കിഫ്ബിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അയക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? കിഫ്ബി എന്ന സ്ഥാപനം വായ്പ എടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വായ്പാ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി, ഭരണഘടനാ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്താണ് ആ തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അന്വേഷണ ഏജൻസികളാണെങ്കിലും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി നാഷണൽ ഹൈവേയുടെ വികസനത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ തന്നെ ചോദ്യമുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേയുടെ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ വികസനത്തിൽ കേരളത്തിന് ആകെ കിട്ടിയിട്ടുള്ള തുക എത്രയാണെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 57,254 കോടി രൂപയാണ് 39 പദ്ധതികളിലായി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ കിട്ടിയിട്ടുള്ളത്. അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ 2,741 കോടി രൂപയുടെ 27 പ്രവർത്തികളാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നാഷണൽ ഹൈവേ വികസനത്തിന് പണം കിട്ടിയില്ല എന്നുള്ളതല്ല ഷിജു ഖാൻ്റെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും വാദം. അത് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ കൊടുത്തിട്ടുള്ള 57,254 ഒപ്പം തന്നെ 22,741 കൂടി ചേർത്താൽ ഏകദേശം 60,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് പങ്കുണ്ട് എന്ന് പറയാവുന്നത് 5,000 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടി ചെലവാക്കിയെന്നാണ്. അദ്ദേഹം പറയുന്നത് മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. ഒന്നുകിൽ അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എത്ര ചിലവാക്കിയിട്ടുണ്ട്, ഉത്തർപ്രദേശും കർണാടകവും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എത്ര ശതമാനമാണ് കൊടുക്കുന്നത്, അവർ 50% വരെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കണക്കുകൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓരോരോ സംസ്ഥാനങ്ങളും അവർ ആവശ്യപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്ന പണത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്.
ഇനി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ള നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൊടുത്തിട്ടുള്ള പണം അതെവിടെയാണ് ചെലവാക്കിയിട്ടുള്ളത്? 2 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് കേരളത്തിൽ നെല്ലുൽപാദനമുണ്ട് എന്ന് പറയുന്നത്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് 21.83 രൂപയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പണമടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് കേരളം കൊടുക്കുന്നത് 28 രൂപയുമാണ്. അതേസമയം ആന്ധ്രയടക്കമുള്ള ഏകദേശം 12ഓളം സംസ്ഥാനങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ കൃഷി നടക്കുന്നു എന്ന് പറയുന്ന 24 ലക്ഷവും 25 ലക്ഷവും 32 ലക്ഷവും എല്ലാം ഹെക്ടർ സ്ഥലങ്ങളിൽ കൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതുപോലെ തന്നെ വിഹിതം കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ശ്രമിക്കുന്നത്. കേരള ഗവൺമെൻറ്റിനെ, കേരളത്തിനെ ഞെക്കിപ്പിടിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു. നമുക്ക് കള്ളം പറയാം, അത് എത്ര തവണ പറയാം? ഒരേ കള്ളം ആവർത്തിക്കാം, അത് എത്ര തവണ ആവർത്തിക്കാം? അങ്ങനെ സ്ഥിരമായി കള്ളങ്ങൾ ആവർത്തിച്ചത് കൊണ്ടോ സ്ഥിരമായി കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഒരു സ്ഥിതി വിവര കണക്കിന് എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റുകളിലും നമ്മുടെ സർക്കാരിന്റെ കണക്കുകളിലും എല്ലാം രേഖപ്പെടുത്തി. ഞാൻ ഇതിനകത്ത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ 5 മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് നിന്നാണ് ചില ചോദ്യങ്ങൾ താങ്കളോട് ഉന്നയിക്കുന്നത്. താങ്കൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം 36,000 കോടി രൂപ ആ പരിധി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇനി വികസനത്തിൻ്റെ പേരിലോ മറ്റ് കാര്യങ്ങൾക്കോ കേരളത്തിന് പൈസ കടമെടുക്കാനുള്ളൊരു പരിധിയില്ല, ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തൊക്കെ ചേർത്ത് വെച്ചാണ് കേരളത്തിൻ്റെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്? എത്രമാത്രം പണമാണ് കേരളത്തിൻ്റെ ഖജനാവിലൂടെ ഉപയോഗിക്കുന്നതായി കേന്ദ്രം കണക്കുകൂട്ടി വച്ചിരിക്കുന്നത് എന്നതൊരു ചോദ്യമാണല്ലോ. അതിൽ BJPയും കേന്ദ്ര സർക്കാരുമൊക്കെ കണക്ക് കൂട്ടുന്നതിൽ ഈ കിഫ്ബി ഉൾപ്പെടെയുള്ള പണം എടുത്തു വെച്ചിട്ടാണല്ലോ ചേർത്ത് വെക്കുന്നത്. എന്നിട്ടാണല്ലോ ഈ പരിധിയൊക്കെ നിശ്ചയിച്ച് ഇനി ഇത്രയേ കടമെടുക്കാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? കേരളത്തിലെ BJP നേതാക്കളെങ്കിലും കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒപ്പം നിൽക്കണ്ടേ? ഇവിടെയുള്ള റെയിൽവേയിൽ കൂടുതൽ ട്രെയിനുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഇപ്പോഴുള്ള വന്ദേ ഭാരത് ഇനി എന്നെങ്കിലുമൊക്കെ സ്പീഡ് കൂട്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നതിനേക്കാൾ ഇപ്പോഴുള്ള മറ്റ് ട്രെയിനുകളൊക്കെ പിടിച്ചിട്ട് ഈ വന്ദേ ഭാരത് ഓടിക്കുന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ സൗകര്യമുള്ള ഒരു റെയിൽ ഉണ്ടാകുന്നതിന് എന്തിനാണ് കേരളത്തിലെ BJP എതിർക്കുന്നത്? ഇവിടെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രിയെ EDയെ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നതിൽ എന്തിനാണ് ആനന്ദം കൊള്ളുന്നത് ഇവിടുത്തെ BJP നേതാക്കൾ? എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഒരു വാക്ക് പോലും ഈ കേരളത്തിന് വേണ്ടി ഗുണകരമായ നല്ല വർത്തമാനം പറയുന്നില്ല എന്ന് CPMനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കൊണ്ടുകൂടി പറയിക്കുന്നത്? ഡോക്ടർ ലാൽ, നമ്മളുടെ സംസ്ഥാനത്തേക്ക് BJP കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടും ശ്രീ V. മുരളീധരനും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും, ശ്രീ രാജീവ് ചന്ദ്രശേഖറാണെങ്കിലും നേരത്തെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരാണെങ്കിലും അവരെല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി അടക്കം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല വികസന കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MP-മാർ 20 MP-മാരുണ്ടല്ലോ, അവരാരും തന്നെ BJP അല്ലല്ലോ, അവരെല്ലാം കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരുമായിട്ടുള്ള ആളുകളാണല്ലോ. ഇനി പാർലമെൻറ്റിൽ മാത്രമല്ല രാജ്യസഭയിലുള്ള ആളുകൾ അവർ ഉണ്ടല്ലോ 9 പേർ. ഇവരെല്ലാം കൂടി ചേർന്ന് ഇവരെല്ലാം ഒരുമിച്ച് ഭരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ 2004 മുതൽ 2014 വരെ. എന്താ കൊണ്ടുവന്നത്? ശ്രീ ഷിജു ഖാൻ അടക്കമുള്ള ആളുകൾ, ലാൽ അടക്കമുള്ള ആളുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ എത്ര മാറിയിരിക്കുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ എന്നോട് ചോദിച്ചത് ശ്രീ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഭരണഘടനാപരമാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കിഫ്ബിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? കിഫ്ബിയെ ആരെങ്കിലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? അങ്ങനെയല്ല. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളത് വിലയിരുത്തും, അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ അതിൻ്റെ കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കും. അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ കാരണം ഈ പറയുന്ന നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ച് എന്തിനാണ് ഇങ്ങനെ മുൻ ധനകാര്യമന്ത്രിക്കെതിരെ നിൽക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇത് കേരളത്തിന് ഗുണകരമായ പദ്ധതികളാണല്ലോ കിഫ്ബിയിലൂടെ ഉണ്ടാകുന്നത്.
കിഫ്ബിയിലൂടെ നടക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിലെ വികസനങ്ങൾ, ഇപ്പോൾ മറ്റ് മേഖലകളിലേക്ക് വന്നിരിക്കുന്ന വികസനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കേരളത്തിലുണ്ടാക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളും ടൂറിസം സാധ്യതകളുമൊക്കെ അടച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? കേരളത്തിലെ BJPയുടെ നേതാക്കൾ എന്തിനാണ് അതിന് പ്രചാരം കൊടുക്കുന്നത്, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ? ലാൽ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഡോക്ടർ തോമസ് ഐസക്കാണ് എന്നുള്ള അങ്ങയുടെ വാദം ഞാൻ അംഗീകരിച്ചാൽ, ഞാൻ തിരിച്ചൊരു കാര്യം ലാലിനോട് ചോദിക്കട്ടെ. ഡോക്ടർ ഷിജു ഖാൻ ആൻസർ പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന് ഇപ്പോൾ ED നോട്ടീസ് അയച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എന്തിനാണ് അദ്ദേഹത്തിന് MLA സീറ്റ് പോലും കൊടുക്കാതെ ഒന്നാം മന്ത്രിസഭയിൽ ഇത്രയും പ്രഗത്ഭനായ മന്ത്രിയായിരുന്ന ആൾക്ക് പിന്നത്തെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു MLA സീറ്റ് കൊടുക്കണ്ടേ ആ ആൾക്ക്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? ഇത്രയും പ്രഗത്ഭനാണെങ്കിൽ, ഇത്രയും കൃത്യമായി കേരളത്തിന്റെ വികസനത്തെ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? നിങ്ങളുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പലർക്കും ഇത്തവണ അവസരങ്ങൾ കൊടുക്കാതിരുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അവർ മിടുക്കന്മാരല്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ മിടുക്കികളല്ലാത്തത് കൊണ്ടാണോ മുൻ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു ബർത്ത് കൊടുക്കാതിരുന്നത്? ലാലെ, ഞാൻ അദ്ദേഹത്തിൻ്റെ മിടുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചല്ല സൂചിപ്പിച്ചത്. നിങ്ങൾ ചോദിച്ച ചോദ്യം കിഫ്ബിയിൽ ശക്തമായ നടപടികൾ നടത്തിയ തോമസ് ഐസക്കിന് അല്ല, തോമസ് ഐസക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. കിഫ്ബി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. അത് ഏത് രീതിയിലാണ് ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി ഉപയോഗിക്കപ്പെടുന്നത്, ഇവിടെ വികസനത്തിന് വേണ്ടി എങ്ങനെയാണത് പ്രകടമായി നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ നോക്കുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിന് അനുഭവമുള്ള കാര്യമാണ്. ആ കാര്യത്തെ BJP എന്തിനാണ് എതിർക്കുന്നത്? അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ സർക്കാരിനുള്ള പ്രീതിയും ജനങ്ങളിലുള്ള സ്വാധീനവും വർദ്ധിക്കുമെന്നൊരു ഭയം BJPക്കുണ്ടോ? അതുകൊണ്ടാണോ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും അന്വേഷണ ഏജൻസികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. ലാൽ, കേരളത്തിൽ കിഫ്ബി മാത്രമല്ല, കേരളത്തിൽ ഏത് വികസന പദ്ധതി വരുന്നതിനും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാം അത് കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികൾ, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്നതിൻ്റെ എത്ര ശതമാനം ഇരട്ടിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കണക്കുകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം, അങ്ങും ഈ പാനലിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ഷിജു ഖാനും മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടും പറയാതിരിക്കുന്നതാണെന്ന് ഞാൻ ധരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് എന്തും ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനക്കകത്തില്ല. അങ്ങനെ ഭരണഘടനയിൽ ഒരു സംവിധാനമില്ല. ഈ രാജ്യത്തെ സംവിധാനങ്ങൾക്കനുസരിച്ച്, നിയമത്തിനനുസരിച്ച്, രാജ്യത്തിൻ്റെ ധനകാര്യ നിയമത്തിനനുസരിച്ച് മാത്രമേ കിഫ്ബിക്കും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ കിഫ്ബിക്ക് സ്വതന്ത്രമായി ലോകത്തിലൊരു എൻറ്റിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ ബംഗാളിലും ത്രിപുരയിലും എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു സവിശേഷത അതിന്റെ സാങ്കേതികമായ മറ്റു നിയമപരമായ വശങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേതാവായ കൃഷ്ണദാസിനോട് ചോദിച്ചത്, കേരളത്തിൽ കിഫ്ബി ഉപയോഗിച്ച് ഒരു അഴിമതി നടന്നിട്ടില്ല. കിഫ്ബിയിലൂടെ കൃത്യമായി തന്നെ വികസന പരിപാടികളാണ് നടന്നത്. പക്ഷേ അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്ത കാര്യം ഇവിടെ വേണ്ട. ഇവിടെ അങ്ങനെയുള്ള വികസനം നടക്കണ്ട. ഇവിടെ ക്ഷേമ പരിപാടികൾ വേണ്ട, വികസന പരിപാടികൾ വേണ്ട, ടൂറിസം വികസനം വേണ്ട എന്ന് BJP എന്തുകൊണ്ടാണ്, കേരളത്തിലെ BJP എന്തിനാണ് വാദിക്കുന്നത്? അതിലെ ഭരണഘടനാപരമായും നിയമപരമായും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമ പോരാട്ടം നടക്കട്ടെ. അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കോമ്പറ്റീഷൻ കേരളവുമായിട്ടുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ, പരാതി കൊടുക്കട്ടെ. കേരളത്തിലെ BJPക്ക് എന്താണ് ഇത്ര വിരോധം ഇവിടെയുള്ള വികസനം ഈ പറഞ്ഞ രീതിയിലൂടെ നടക്കണ്ട എന്ന്? അതിൽ അഴിമതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ. വന്ദേ ഭാരത് ട്രെയിൻ പോകുമ്പോൾ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നു എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ MLA ട്രെയിനിൽ കയറി ഒരു പ്രചരണം നടത്തി. പിടിച്ചിട്ട ട്രെയിനിൽ കയറി അന്നേ ദിവസം തന്നെ അദ്ദേഹം അത് പിൻവലിച്ചു. വേണ്ട, വന്ദേ ഭാരതിന് വേണ്ടി ഏത് ട്രെയിൻ വേണമെങ്കിലും പിടിച്ചിട്ടോട്ടെ എന്ന് പ്രസ്താവന ഇറക്കുന്ന സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ മനോഭാവം മാറ്റുന്ന സാഹചര്യമുണ്ടായി.
വന്ദേ ഭാരതിൻ്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അത് കടന്നു പോകുമ്പോൾ മറ്റ് ട്രെയിനുകൾ പിടിച്ചിടുന്നു. ശരി, മുഖ്യമന്ത്രിയുടെ യാത്ര പോകുമ്പോൾ, മുഖ്യമന്ത്രി പോകുമ്പോൾ, മന്ത്രിമാർ പോകുമ്പോൾ നമ്മുടെ റോഡിൽ എത്ര സമയമാണ് ബ്ലോക്കുള്ളത്? എത്ര സമയമാണ് റോഡ് തടഞ്ഞിടുന്നത്? ഈ നവകേരള യാത്ര നടന്നപ്പോൾ എത്ര സ്ഥലത്താണ് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്? എത്ര സ്ഥലത്താണ് അക്രമങ്ങൾക്ക് സാധ്യത ഉണ്ടായത്? അപ്പോൾ ശബരി റെയിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് ഷിജു ഖാൻ പറയുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. BJPയുടെ ആദ്യത്തെ ഗവൺമെൻറ്, അതായത് അടൽജിയുടെ ഗവൺമെൻറ്റുള്ള കാലഘട്ടത്തിലാണ് ഈ ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. പിന്നീട് അത് എവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, നിങ്ങളടക്കമുള്ള ആളുകൾ പിന്തുണ കൊടുത്ത UPAയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലച്ചുപോയി എന്ന് മാത്രമല്ല, ഒരു തുക പോലും വകയിരുത്തിക്കൊണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ഹൈവേ വികസനം കൃത്യമായി നടക്കുന്നു എന്നുള്ളത് നേരത്തെ വടക്കൻ ജില്ലകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്ന് പോയാൽ അവർക്ക് മനസ്സിലാകും. അതും വേണ്ട. അല്ല, കേരള സർക്കാരിന്റെ പങ്കാണ് നമ്മൾ പഠിക്കേണ്ടത്. കേരള സർക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ വികസനം നടക്കുന്നുണ്ടോ എന്നുള്ളത് പഠിക്കണം. താങ്കൾ പറഞ്ഞതുപോലെ സ്ഥലം കാണിച്ച വേഗത മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്നത് എന്നത് വിശദീകരിക്കണം. അത് വേണ്ടെന്നേ, അങ്ങനെ വേണ്ടെന്നേ. നിങ്ങൾ അങ്ങനെ ഒരു തട്ടിപ്പ് വർത്തമാനം പറഞ്ഞു പോകല്ലേ. ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം എത്ര കോടി ചിലവാക്കിയെന്നാണ് പറഞ്ഞത് സ്ഥലമെടുക്കാൻ വേണ്ടി. 5000-ലധികം കോടി രൂപ എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. അത് 5200 ആവട്ടെ, 5300 ആവട്ടെ, എത്രയും ആവട്ടെ. കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടുള്ള പദ്ധതികൾ, അതിനുവേണ്ടി ചിലവഴിക്കുന്ന 60000 കോടിയാണെന്നേ. പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, അത് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാർ അത് നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് നിന്ന് കൊടുക്കാതെ എല്ലാ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. അതിൽ പൈസ എല്ലാ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. അവിടെ പണിയണം, എല്ലാ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. പൈസ ഇറക്കണം എന്ന് പറയാൻ കാണിച്ചത് കേരളത്തിലെ അല്ലെന്ന്. എല്ലാ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. എടുത്തതിന്റെ പണം ആരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുത്തത്? നിങ്ങൾ ആരോടായി പറയുന്നത്? ഈ രാജ്യത്ത് അതൊക്കെ വൈറ്റ് പേപ്പർ പോലെ, നിങ്ങളുടെ സർക്കാരിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വൈറ്റ് പേപ്പറായി പുറത്തു വരാത്തത്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വൈറ്റ് പേപ്പറായി പുറത്തുണ്ട്. പബ്ലിക്കിന് കാണാം, ഗൂഗിൾ ചെയ്താൽ മതി, എല്ലാം കിട്ടും. അത് ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുമ്പോൾ അവരവരുടെ സംസ്ഥാനത്തിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് പല സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ പെർസെൻറ്റേജ് ആയിരിക്കാം. അത് സ്ഥലത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അതാത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ വിലയുടെ അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജിൽ വ്യത്യാസം വരാം. അതിനപ്പുറത്തേക്ക് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. 60,000 കോടിയുടെ കണക്ക് പറയുന്നത് എനിക്കൊരു ഒറ്റ കാര്യം കൂടി പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഷിജു ഖാനിലേക്ക് പോവാം. ഈ ഇപ്പോ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒഴിവുകൾ നികത്തുന്നില്ല. ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. ഇതുപോലെ UPSCയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒഴിവുകളുടെ കാര്യത്തിലൊന്നും നികത്തുന്ന കാര്യത്തെക്കുറിച്ച് ഒരു കാര്യവുമില്ല. 9 ലക്ഷത്തോളം ഒഴിവുകളാണ് ഇപ്പോൾ നികത്താനായി ബാക്കി കിടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ യുവാക്കളുടെ വലിയ ആവേശം ഹരവും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്താണ് ഇക്കാര്യത്തിൽ ഉത്തരം അവർക്ക് കൊടുക്കാനുള്ളത് എന്ന് BJP കരുതി വെച്ചിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, ചില കാര്യങ്ങൾ കാണാതെ പോകുന്നു നിങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 4ലധികം റോസ്ഗാർ യോജനകളാണ് നടത്തിയത്. അതായത് കൂട്ടമായി അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന പദ്ധതി. ഏതാണ്ട് 7 ലക്ഷം, 6 ലക്ഷം, 8 ലക്ഷം വീതം ആളുകൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന പദ്ധതി നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നേരിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ 4 തവണയിലധികമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഞാനൊന്ന് പറയട്ടെ ലാൽ, ഒന്ന് തന്നെ പറയാൻ അനുവദിക്കുക. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരള യാത്രയുടെ ഭാഗമായി സ്വീകരിച്ച പരാതികൾ ഏകദേശം 6.5 ലക്ഷത്തോളം വരും. ആ 6.5 ലക്ഷത്തോളം പരാതികളിൽ കേരളത്തിലെ പോലീസ് സേനയിലേക്ക് മാത്രം എടുക്കാനുള്ള ഒഴിവുകളിലേക്ക്
തീരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് സംവിധാനത്തിലെ നോട്ടിഫിക്കേഷൻ അവസാനിക്കാൻ പോകുന്ന, അതായത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന അടുത്ത മാസം ഈ ജാനുവരി മാസം 31-ാം തീയതി കൂടി അവസാനിക്കാൻ പോകുന്ന അതിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ 25,000-ത്തിലധികം പരാതികളാണ് ആ പോലീസ് സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പീരീഡ് ഒന്ന് വർദ്ധിപ്പിക്കണം, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു 6 മാസം കൂടി നീട്ടണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള പരാതികളുടെ എണ്ണം 25,000-ത്തിലധികമാണ്. അവരുടെ പരാതി ഇല്ലാതാകുമായിരുന്നു. ഈ 9 ലക്ഷത്തിൽ ഒരു 25,000 പേർക്ക് ജോലി നിങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. 9 ലക്ഷം ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അത് ചോദിച്ചപ്പോഴാണ് ഈ ചോദ്യവുമായി തിരിച്ച് എന്നെ നേരിടാൻ താങ്കൾ ഇപ്പോൾ ശ്രമിച്ചത്.